മാമന്റെ ഇവിടെ പണിക്കാർ കുറഞ്ഞു പെണ്ണ് തേച്ചിട്ട് പെണ്ണിന് ഇഷ്ടമല്ല അത്ര ഞാൻ എന്റെ പെണ്ണിന് ഇഷ്ടപ്പെടില്ല എന്റെ ഇഷ്ടമല്ലക്കാ ഞാൻ എന്ത് ചെയ്യാ ഞാൻ അവൾക്ക് ഇഷ്ടമല്ല അത് പറയണേ അവള് പെണ്ണ് ആളെ കല്യാണം അവൾക്ക് വാട്സപ്പ് ഉണ്ട് അവള് ഞാൻ പഠിച്ചപ്പോ എന്നെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുക അവളിനെ അഞ്ചു കൊല്ലം നോക്കിയപ്പോ എണ്ണ ഞാൻ തല വെച്ചൂടെ ഇവിടെ ഉള്ളില് നല്ല വിഷമുണ്ടിന്റെ പേടിക്കണ്ടാടാ. ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് അജ്മലി. അജ്മലേ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മളെത്ര പോയാലും നമുക്ക് ദൈവം എവിടെയെങ്കിലും ഒരാൾ വെച്ചിട്ടുണ്ടാവുള്ളൂ. ശരിയല്ലേ? പോയി പെണ്ണ്, ഞങ്ങൾ മലയാളത്തിൽ തേച്ചിട്ട് പോയി, അതായത് തന്നെ പറ്റിച്ച് പോയി പെണ്ണ്. ആ പെണ്ണ് നിന്നെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് അനുഭവിക്കും. അതന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര, ഞങ്ങളുടെ അമ്പലവാസിയിൽ പറഞ്ഞ പേരാണ് കേട്ടോ. എന്തായാലും എന്നെ ദ്രോഹിച്ചോളൂ. ചേട്ട ഹിന്ദു അല്ലേ, ഞാൻ മുസ്ലിമാ. അപ്പൊ നമുക്ക് കണ്ടില്ലേ, നമ്മളെ ബോണ്ട് കണ്ടില്ലേ, നമ്മ അത്ര സ്നേഹിച്ചല്ലേ ചേട്ടാ. ഹിന്ദു മുസ്ലിമിലെ മനുഷ്യന്മാരാണ്. ചേട്ടന്റെ കൈമുറിച്ചിൽ എന്റെ കൈമുറിച്ചിൽ ചോര വരാ. ഇതാണ് ചോന്ന കളറാണ്. അല്ലാണ്ട് ചേട്ടന്റെ പച്ചയും എന്റെ ഇതാവശ്യല്ലോ. ശരിയാ. അപ്പോഴും ഏട്ടൻ കേൾക്കുന്ന മലയാളം പാട്ടാ, ഹിന്ദി പാടല്ല. ഈ നാട്ടുകാരിയാണോ പെണ്ണ്? അവള് കാസർഗോഡുള്ള മലയാളിയാ? ആ, അപ്പൊ നിങ്ങളും മലയാളം നന്നായി പറയുന്നുണ്ടല്ലോ. ഞാൻ മലയാളിയാണ്. മലയാളിയാ? മലയാളിയാണ്. അന്നെന്താ ചെയ്യണം? ഞാൻ മലയാളിയാണ്. ഞാനൊരു ഹിന്ദിക്കാരനാ. ഞാൻ നിൽക്കണ ഇഷ്ടം. ഞാൻ ഹിന്ദിക്കാരനാ. ഞാൻ ഇത്ര മലയാളം പറഞ്ഞത്. മലയാളം പറഞ്ഞു, പക്ഷെ നീ പെട്ടെന്ന് എന്നെ പറ്റിച്ച് അവള് ഭാര്യ പോയെന്നപ്പോ ഞാൻ അങ്ങനല്ലേ? കാസർഗോഡ്. എന്റെ പേര് ഹസൻ എന്നാണ്. ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? നിങ്ങളെ പേര്? രാജേട്ടൻ. അതെ, ഞാൻ വന്നിട്ടേ പെണ്ണ് തേച്ചിട്ടില്ല. ഞാൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനായിരുന്നു. അവിടുത്തെ വീഡിയോ എടുക്കാൻ